ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് ഫോർ വയനാട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. ഫോർ വയനാട് എന്ന് സെർച്ച് ചെയ്തിട്ട് ഫോർ വയനാട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫോർ വയനാട് എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. IUML കേരള സ്റ്റേറ്റ്. ഇവിടെ ഞാനിത് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കിവിടെ ഓപ്പൺ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ ഫോർ വയനാട് ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഫോർ വയനാട് IUML കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ ഒരു വീട് കയ്യിലിങ്ങനെ വെച്ചിട്ട് അതിനെ സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിക്ചറൊക്കെ ഉണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് കളക്റ്റഡ് സോഫാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 36,96,81,773 രൂപ എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് 15 ദിവസത്തേക്ക് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടുഡേയ്സ് ടോപ്പ് പെർഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ കോൺഫിഡൻഷ്യൽ ഡോണർ എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ, അതേപോലെ തന്നെ മൂസ ഒക്കെ 5,000, പിന്നെ ഗഫൂർ പാറയിൽ എന്ന് പറഞ്ഞിട്ട് 2,000. ഇവരൊക്കെ ഇപ്പം ഫണ്ട് ഇന്നത്തെ ടുഡേ ടോപ്പ് പെർഫോമേഴ്സ് ആണ്. അവർ ഫണ്ട് ഇട്ടിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് സ്നേഹഭവനങ്ങളുടെ സമർപ്പണം ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യഘട്ട 51 വീടുകളുടെ താക്കോൽ കൈമാറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് വീടുകൾ സംഭാവന നൽകാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഗാലറി വികസന പ്രവർത്തനങ്ങൾ കാണാൻ ടാപ്പ് ടു വ്യൂ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ടാപ്പ് ടു വ്യൂ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗാലറിയിൽ നമുക്ക് ഇവിടെ കുഞ്ഞൽ സാഹിബും അതുപോലെ തന്നെ PK ബഷീറും തങ്ങളൊക്കെ പിന്നെ നിൽക്കുന്ന ഫോട്ടോ, അതുപോലെ തന്നെ വീടിൻ്റെ നിർമ്മാണം ഏകദേശമായിട്ടുള്ള ഘട്ടങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോകളുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉണ്ട്, ഇന്ത്യ ലൈവിൻ്റെ ഉണ്ട്. ഇത് വയനാട് ലീഗിൻ്റെ സ്നേഹഭവനങ്ങൾ മനോഹരമായ പ്രകൃതി ഭംഗിയിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ആകാശ ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോകൾ വരെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. പിന്നെ വയനാട്ടിൽ ലീഗിൻ്റെ വീടുകൾ ഒരുങ്ങി നാളെ 1ാം ഘട്ടം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബാക്ക് അടിച്ച് പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാലറി കഴിഞ്ഞിട്ട് പിന്നെ വീടുകൾ 12 ഹൗസസ് സോഫാർ ഇവിടെ ടാപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ട് വീടുകൾ സംഭാവന ചെയ്തവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടാപ്പ് വ്യൂ എന്ന് പറയുന്ന അവിടെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹൗസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4 വീട് സംഭാവന ചെയ്ത് പാങ്ങാട്ട് യൂസഫ് ഹാജി എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ 1 വീട് സംഭാവന ഉമ്മു കുൽസു അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരെ പാണ്ടിക്കടവത്ത്, പിന്നെ അതേപോലെ തന്നെ 1 വീട് സംഭാവന ചെയ്തത് AIKMCC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട് സംഭാവന ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ജോയിൻ നൗ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട് അസ് PMA സമീർ കോർഡിനേറ്റർ കോൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വീട് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വീടുകൾ സംഭാവന ചെയ്തവർ കഴിഞ്ഞിട്ട് സ്പെൻഡ് സോ ഫാർ എന്ന് പറഞ്ഞിട്ട് ചിലവഴിച്ച തുക എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. 27,60,93,832 രൂപ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ടാപ്പ് ടു വ്യൂ എന്ന് പറഞ്ഞിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചിലവഴിച്ച തുകൻ്റെ കാര്യങ്ങളൊക്കെ 27,60,00,000 എന്നുള്ളത് മുകളിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സംഭാവനകൾ തിരിച്ചയച്ചതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയമസാധുതയില്ലാത്ത സംഭാവനകൾ തിരിച്ചയച്ചത് എന്ന് പറഞ്ഞിട്ട് 37,63,453 രൂപ തിരിച്ചയച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വ്യൂ മോർ എന്നുള്ളിടത്ത് പോയിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ വിദേശ രാജ്യങ്ങൾ തിരിച്ചയച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഡീറ്റെയിലിങ് അത്രമാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വിദേശ രാജ്യം ആ ഒരു 37,63,453 എന്നുള്ള അവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് പോയാൽ റിലീഫ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപകടം പറ്റിയവർക്ക് 1 വർഷത്തെ ചികിത്സാ ചെലവ് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് മുഖേന നൽകിയത് 12,90,000 രൂപ എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ ആ ഡീറ്റെയിലിംഗ് തന്നെയാണ് അവിടെയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേഷൻ ചെലവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സൈറ്റ് 84,951, കമ്പ്യൂട്ടർ 81,950 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ 2,06,841 23/2/2025 വരെയുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വ്യൂ മോറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എഞ്ചിനീയർമാരുടെ യാത്രാ ഭത്ത എന്നുവരെയുള്ളത് 39,940 എന്ന് വരെയുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ
പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പെർമിറ്റ് ഫീസ് 5,37,240 23/2/2025 വരെയുള്ള ഡീറ്റെയിലിംഗ് ആണ് ഉള്ളത്. ഇവിടെ നമുക്കത് ആ ഡീറ്റെയിലിംഗ് അങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇനി നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ഭവാനി കൺസൾട്ടൻസ് അഡ്വാൻസ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡീറ്റെയിലിംഗ് ഉണ്ട്. 11,31,00,000 എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ 23/2/2025 വരെ ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഭവാനി കൺസൾട്ടൻസ് അഡ്വാൻസ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് മലബാർ ടെക് അഡ്വാൻസ് 1,75,00,000 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 9,53,00,000 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഭൂമി വാങ്ങിയ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകൾ എന്ന് പറഞ്ഞിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങിയ ചിലവുകൾ താഴെ കൊടുക്കുന്നു. 14,13,21,438 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വ്യൂ മോറിൽ പോയിട്ട് വയനാട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ലാൻഡ് 11.22 ഏക്കർ. അതിൽ ലാൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് 12,83,78,150 രൂപ. സ്റ്റാമ്പ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് 1,02,83,802 എന്ന് പറഞ്ഞിട്ട്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് 25,71,986 എന്ന് പറഞ്ഞിട്ട്. ഡോക്യുമെൻ്റ് റൈറ്റർ ചാർജ് എന്ന് പറഞ്ഞിട്ട് 87,500 രൂപ. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് 14,13,21,438 രൂപ. വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങിയ ചിലവുകൾ താഴെ കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റമദാൻ റിലീഫ് കിറ്റ് 11,96,000 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ റമദാൻ റിലീഫ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഉള്ളത്. ഇനി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ് എന്ന് പറഞ്ഞിട്ട് 6,10,000 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 8/9/2024 വ്യൂ മോറ്. എനിക്ക് തോന്നുന്നു മുമ്പുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെയും ഡീറ്റെയിലിംഗ് വ്യൂ മോറിലുണ്ട് കേട്ടോ. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ് 34 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം. 5,10,000 ദുരന്തത്തിൽ മരിച്ച മാത്യു മാസ്റ്ററുടെ ആശ്രിതർക്ക് 1,00,000 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിന്റിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അവിടെ 7,860 എന്ന് പറഞ്ഞിട്ട് 30/8/2024. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിലിംഗ് അതിൻ്റെ താഴെ തന്നെ ആ ഡേറ്റ് പിന്നെ റേറ്റ് പിന്നെ എത്ര എമൗണ്ട് ആയോ അതിൻ്റെ താഴെ തന്നെ ആ ഡേറ്റും ഉണ്ട്. 2024 വ്യൂ മോറിൽ അഡ്മിനിസ്ട്രേഷൻ പേപ്പർ വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള എൻവലപ്പുകളും വോച്ചറുകളും വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാക്സി ജീപ്പ് ഓട്ടോ എന്നിവ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വാഹനം എന്ന് പറഞ്ഞിട്ട് അതിൽ 33,96,000 എന്ന് പറഞ്ഞിട്ട് 29/8/2024 അതിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടാക്സി ജീപ്പ് ഓട്ടോ എന്നിവർ നഷ്ടപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗാലറിയിൽ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് പിന്നെ എമൗണ്ടുകൾ എത്രയാണോ വന്നിട്ടുള്ളത് അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യാപാരികൾക്ക് കൈത്താങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും. അവിടെ പിന്നെ 27,00,000 എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും. നമുക്ക് 27,00,000 എന്ന് നമുക്ക് കാണാൻ പറ്റും. 24/8/2024 വ്യൂ മോറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം നഷ്ടമായ 56 വ്യാപാരികളിൽ 54 പേർക്ക് 50,000 വീതം നൽകി ആകെ 27,00,000 എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടിയന്തര ധനസഹായം എന്ന് പറഞ്ഞിട്ട് 79,65,000 24/8/2024 കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സകലതും നഷ്ടമായ 691 പേർക്ക് പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായത്തിൻ്റെ ഭാഗമായി 531 പേർക്ക് 15,000 രൂപ വീതം പണമായി നൽകി. ആകെ 79,65,000 രൂപ ചെലവഴിച്ചു. അവിടെ അതിൻ്റെ ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പരിപാടിൻ്റെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എക്സ്പെൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളത്. അതും കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ്പെൻസ് ലിസ്റ്റ് കഴിഞ്ഞാൽ ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയും ട്രാൻസാക്ഷൻസ് ലീഡേഴ്സ് ബോർഡ് റിപ്പോർട്ട്സ് വളണ്ടിയർ ടോപ്പ് റിപ്പോർട്ടേഴ്സ് ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം നമ്മൾ വെറുതെ വീഡിയോ ദീർഘിപ്പിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ക്വിക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത് കാണാൻ നമുക്ക് പറ്റും. ഇവിടെ 100 രൂപ മുതൽ 5,000 രൂപ വരെ 100, 500, 1000, 2000, 5000 വരെ നമുക്ക് ക്വിക്ക് പേ ആയിട്ട് പേ ഇൻസ്റ്റൻ്റ്ലി വിത്ത് 1 ടാപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ആ എമൗണ്ടുകൾ മാത്രം നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റും. അതല്ലാതെ അതിൻ്റെ താഴെയായിട്ട് ധനസമാഹരണ ക്യാമ്പയിനിൽ എങ്ങനെ പങ്കാളിയാവാം എന്നുള്ളതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് നൗ എന്നുള്ളതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് അതിൽ പങ്കാളിയാകുന്നതിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഹൗ ക്യാൻ വി ഹെൽപ്പ്
ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് ഉണ്ട്, കോൾ ഉണ്ട്. ഇതിൽ കൂടെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്തുതരും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കോൺട്രിബ്യൂട്ട് നൗ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട എമൗണ്ട് എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ എമൗണ്ട് 500, 1000 എന്നുള്ളതല്ലാതെ ചിലപ്പോൾ നമുക്ക് 313 എന്ന് തോന്നും, 786 എന്ന് തോന്നും. ഇനി അതേപോലെ വലിയ വലിയ സംഖ്യകളാണെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് എത്ര ആണെന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഞാനിപ്പോൾ തൽക്കാലം ഒരു 100 രൂപ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 100 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു, 100 രൂപ. ഇവിടെ താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അനുഭാവി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ പേര് ആരും വായിക്കേണ്ട, ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് വായിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഏതായാലും ഹൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റും. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ സെലക്ട് പഞ്ചായത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എൻ്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പെരുമണ്ണ കോഴിക്കോട്. ഇവിടെ തന്നെ നമുക്ക് നമ്മൾ ഏത് ഭാഗത്താണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ പെരുമണ്ണ സൗത്ത്, അറത്തിൽപ്പറമ്പ്, വയ്യടിമേത്തിൽ, പെരുമണ്ണ നോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാനിതിലിപ്പം വെള്ളായിക്കോട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളായിക്കോട് സെലക്ട് ചെയ്തു. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേ നൗ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പേ നൗവിൽ ക്ലിക്ക് ചെയ്യാം. സോറി, ഞാനിതിൽ മൊബൈൽ നമ്പർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ പ്ലീസ് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ കൂടി കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വെള്ളായിക്കോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പേ നൗ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പേ ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കട്ടായി പോകാൻ സാധ്യത ഉണ്ട്. എന്നിരുന്നാലും ഞാനത് ചെയ്യാണ്. ഇത് സ്ക്രീൻ റെക്കോർഡാണ് കട്ടായി പോവുക. അത് കട്ടായിട്ട് വീണ്ടും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കട്ടെ, ഗൂഗിൾ പേ വഴി ഞാനിവിടെ സ്ക്രീൻ കട്ടായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്ക്രീന് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ ഓഫായി പോയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ പോയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അനുഭാവി 100 എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് കോഴിക്കോട്, അസംബ്ലി കുന്നമംഗലം, പഞ്ചായത്ത് പെരുമണ്ണ, യൂണിറ്റ് വെള്ളായിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രീനിൽ കാണാൻ പറ്റും. 100 രൂപ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മാപ്പ് വളണ്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ ആവശ്യമില്ല, അതൊന്നും പിന്നെ വളണ്ടിയർമാർക്കുള്ളതാണ്. ഇനി ഈ സക്സസ് എന്നുള്ളിടത്ത് പോയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും റെസിപ്റ്റ്. ഇവിടെ ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ട് വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം റെസിപ്റ്റ് 100 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിയപ്പെട്ട അനുഭാവി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് താങ്കൾ നൽകിയ തുക നന്ദിപൂർവ്വം കൈപ്പറ്റി സർവശക്തൻ അനുഗ്രഹിക്കട്ടെ, സെയ്ത് സാദിഖ് അലി ശിഹാബ് സിഗ്നേച്ചറുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഷെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ സേവ് ഇമേജ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ മൊബൈൽ ഫോണിൽ സേവ് ആക്കാൻ പറ്റും. ഇപ്പം ഞാനിതിവിടെ സേവ് ഇമേജ് കൊടുത്തു. ഇനി ഞാനിത് മൊബൈൽ ഫോണിൽ പോയിട്ട് സേവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 100 രൂപ കൊടുത്തതിൻ്റെ റെസിപ്റ്റിൻ്റെ കാര്യങ്ങൾ വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നും ഇനി ചെയ്യാനില്ല. ഇത്രത്തോളം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഓരോരുത്തരും ഇതിൽ എമൗണ്ട് നൽകിയിട്ടുള്ള ഓരോരുത്തരതും കാണാൻ നമുക്ക് പറ്റും. ഇവിടെ 5/3/2026 313 ഞാൻ പറഞ്ഞല്ലോ 313 ഇട്ട ആളുകളുണ്ടെന്ന് പറയില്ലേ, അതേപോലെ ഓരോരുത്തർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റുപ്യ ഇട്ട് നോക്കിയ ആളുകളുണ്ട്, 200 ഇട്ട ആളുകളുണ്ട് അനുഭാവി. ഈ ട്രാൻസാക്ഷൻ ഓരോരുത്തർ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 1000 അനുഭാവി 500 അനുഭാവി 25,000 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1000 എന്ന് പറയുന്ന നിസാർ വി, ജാബിർ 1000, മൂസ 5000, MM
അങ്ങനെ പിന്നെ 100, 500, സഫ്വാന്, അസിലുദ്ദീൻ 501, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഫണ്ട് ഇട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതും ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഫോർ വയനാട് ദുരിതാശ്വാസത്തിന്. അവിടുത്തെ ആളുകൾക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിലാണ് ലീഗ് അവിടേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്.